ഇതാണ് ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ പള്ളി സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് ലാലം പഴയ പള്ളി. ഈ പള്ളിയിൽ വരുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം കുഞ്ഞിലേ തൊട്ട്, അതായത് നമ്മൾ ജനിച്ച് വളർന്നു തൊട്ട് ആദ്യം സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന പല പള്ളികളിൽ പോയാലും സ്വന്തം പള്ളിയിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം നമ്മുടെ ഇടവകയാണിത്. എല്ലാ പള്ളിയിലും അങ്ങനെയല്ല, എല്ലാ പള്ളിയിലും പോകും പ്രാർത്ഥിക്കും. പക്ഷേ ഈ പള്ളിയിലാണ് കുഞ്ഞിലേ തൊട്ട് എല്ലാ കൊയറിലും പാടുമായിരുന്നു. പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ പാടുമായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ നിന്ന് 1 തൊട്ട് 10ാം ക്ലാസ് വരെ എല്ലാ മത്സരത്തിനും, പാട്ട് മത്സരത്തിനും, അതായത് സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് ഫസ്റ്റ് വരെ കിട്ടി, അതായത് ഈ സൺഡേ സ്കൂളിലെ മത്സരത്തിന്. അപ്പം ഞാൻ എന്നും ഏത് മത്സരത്തിന് പോയാലും, ഏത് പ്രോഗ്രാമിന് പോയാലും, ഏത് വെളിയിൽ പോയാലും ഈ പള്ളിയിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. നിത്യസഹായ മാതാവിൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം. ഈ പള്ളിയിൽ പാടി ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ നിങ്ങൾക്കൊക്കെ സുപരിചിതയായത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പറയുന്നത് ഈ നിത്യസഹായ മാതാവിൻ്റെ അടുത്ത് തന്നെയാണ്. ശേഷം ഷേഖ് സുധാരിക്കട്ടെ. അച്ഛൻ്റെ പേരാണ് ജോസ് അഞ്ചാനിക്കൽ അച്ഛൻ. അച്ഛൻ വളരെ നല്ലൊരു ഗായകനാണ്. അതിലുപരി അദ്ദേഹം സംഗീതം സംവിധാനം ചെയ്യാറുണ്ട്, കാസറ്റുകൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ എൻ്റെ ജീവിതത്തിലുള്ള പങ്കെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അന്ന് വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് തുറന്ന് പാട്ട് പാടുന്ന ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം എനിക്കൊരു ക്വയർ ട്രൂപ്പുണ്ട്, ഡിവൈൻ മെലഡീസ് പാല. അപ്പം അതിലേക്ക് പാട്ട് പാടാനായിട്ട് റീമയെ ക്ഷണിച്ചു. റീമയെ വളരെ സന്തോഷം. ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഏകദേശം അവിടെ പാടി. അച്ഛൻ്റെ കൂടെ ധ്യാനത്തിലെല്ലാം പോകുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ശേഷം റീമി ഫ്രീ ആയിട്ടിരുന്ന അവസരത്തിലാണ് ഞാൻ വീട്ടിൽ ചെന്ന് റീമി ഒരു ധ്യാനത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും അവിടെ പാട്ടുകൾ പാടുകയും പിന്നെ പാലായിലെ ബൈബിൾ കൺവെൻഷനും ഒക്കെ പാട്ടുകൾ പാടി. ആ ധ്യാനത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ പരിചയപ്പെട്ടാണ് ഏഞ്ചൽ വോയിസിൽ ഞാൻ പാടുന്നത്. അങ്ങനെ ഏഞ്ചൽ വോയിസിലേക്ക് പാടാൻ പോയി. പിന്നെ ഒരു ഗാനമേളയിലേക്ക് റീമയെ പാടാനായിട്ട് വന്നു. അങ്ങനെ ഗാനമേളയിലേക്കും റീമയെ കൊണ്ടുവരാനായിട്ട് നല്ല മനോഹരമായിട്ടൊക്കെ പാട്ടൊക്കെ പാടി. പിന്നെ അച്ഛൻ എന്ന് വെച്ചാൽ എവിടെ എങ്ങനെയാണെങ്കിലും അച്ഛൻ സെപ്റ്റംബർ 22 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ അന്വേഷിച്ച് വരാൻ ആരുമില്ല. എൻ്റെ പിറന്നാളാണ്, അച്ഛൻ എന്നും ഒരു കേക്കോ മുട്ടായി അല്ലെങ്കിൽ എന്തേലും ആയിട്ട് അച്ഛൻ അവിടെ എത്തിയിരിക്കുക. അതെനിക്ക് ഭയങ്കര ഒരു എൻ്റെ വീട്ടിലോട്ട് ദൈവം വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തന്ന ഡയറി, ഇപ്പോഴും ആ ഡയറി ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ തീരാറായ പേജ്. എന്നാലും അച്ഛൻ എഴുതി തന്ന ആദ്യം ഒരു പാട്ട്, അതിൻ്റെ ഫസ്റ്റ് പേജിൽ അച്ഛനാണ് എഴുതി തന്നേക്കുന്നത്. യേശുവേ നീ എനിക്കായി. അച്ഛനും ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ, സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയാൽ എന്തു കണ്ടു നീ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ പാട്ട് എഴുതുന്നവർ പറയും, ഈ പാട്ടിലെ ഓരോ വരിയും മനസ്സിൽ വെച്ചേക്കണം. എങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോയാലും അതിൽ ഒരുപാട് നല്ല വാക്കുകളായിരുന്നു. അത് അഹങ്കരിക്കാതെയും ഒക്കെ പോകണമെന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പറയാൻ പറ്റില്ല, അത്ര എന്തോ മനസ്സിനെന്തോ ഇതിൽ വീണ്ടും ഒരു 10 കൊല്ലം പുറകോട്ട് പോയാലും ഒരു തോന്നലാ. എൻ്റെ സ്കൂളാണ് പാലാര സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. പിന്നെ ഈ സ്ഥലമൊക്കെ പറയുമ്പോൾ ഇത് ഓഫീസ് റൂമിലോട്ട് കയറുന്ന വഴിയാണ്. ഇവിടെയാണ് സാധാരണ നമ്മൾ അസംബ്ലി കൂടുമ്പോൾ പിള്ളേരൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ അസംബ്ലി കൂടുമ്പോൾ എല്ലാ ദിവസവും ഈശ്വര പ്രാർത്ഥന പാടും. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാ മത്സരത്തിനും പോകുമായിരുന്നു, ഗാനമേളയ്ക്ക്, പിന്നെ ലൈറ്റ് മ്യൂസിക്കിന്. അപ്പോൾ പോയിട്ട് തിരിച്ചു വന്ന് സമ്മാനം കൊടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ പിള്ളേരെല്ലാം കാണുക, അവരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് പേര് അനൗൺസ് ചെയ്ത് സമ്മാനം വാങ്ങുമ്പോഴത്തെ സന്തോഷം ഒന്ന് പറയട്ടെ. അതെ, സമ്മാനം വാങ്ങിച്ചതിൻ്റെ എനിക്കിപ്പോൾ വലിയ സന്തോഷം ഈ ബോർഡ് കണ്ടപ്പോഴാണ്. ഈ ബോർഡിൽ അന്ന് തൊട്ട് സമ്മാനം വാങ്ങിച്ചവരുടെ, അതായത് 1999 ഒക്കെ മേടിച്ചതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇനി നമുക്ക് കാണാനുണ്ട്. എൻ്റെ പാട്ട് പഠിപ്പിച്ച സാറിനെ കാണാനുണ്ട്, എൻ്റെ ടീച്ചറിനെ കാണാനുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഇതാണ് എൻ്റെ മ്യൂസിക് ക്ലാസ്. എനിക്ക് ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ, അതും എൻ്റെ സാറന്മാരുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ എന്നും ഈ നിലത്തിരുന്നാണ് അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. അപ്പോൾ ഇതാണ് എൻ്റെ സെൻറ്റ് മേരീസ് സ്കൂളിലെ ജോർജ് സാറ്. പിന്നെ എന്നെ 5ാം ക്ലാസ് തൊട്ട്
10ാം ക്ലാസ് വരെ ഞാൻ ക്ലാസിക്കൽ പഠിച്ചു. എനിക്ക് സലിം സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോർജ് സാറിൻ്റെ അടുത്ത് നിന്നൊക്കെ ഇത്രയും നാൾ എല്ലാ പ്രോഗ്രാമിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവർ ഇതുവരെ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരിക്കലും ഒന്ന് വെളിയിൽ അതാരിലും വെളിയിൽ ശരിക്കും പേര് കേൾക്കണമെന്ന് തന്നെ 2 സാറുമാർക്കും ഒരു താല്പര്യം ഇല്ല. അപ്പോൾ ഇനി പിന്നെ ദീപ ടീച്ചർ എൻ്റെ ഹിന്ദി ടീച്ചറും കൂടെ ആയിരുന്നു. പക്ഷേ ടീച്ചർ പാട്ട് പാടുന്നതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും ഇൻചാർജ് കംപ്ലീറ്റ് ടീച്ചറാണ്. പിന്നെ നമ്മുടെ മ്യൂസിക് ക്ലാസ്സിന് ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാംസ് കംപ്ലീറ്റ് റിഹേഴ്സൽ നടത്തുന്നത്. നമ്മൾ 3 പ്രാവശ്യം സ്റ്റേറ്റിൽ പോയപ്പോഴും ഗാനമേളയ്ക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. ഉണരൂ സംഗീതമേ പകരൂ രാഗാമൃതം. ഈ ഗാനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എന്നെ അത് ഇത്ര മറക്കാൻ പറ്റാത്തൊരു ഗാനമാണിത്. അതേപോലെ ദേശഭക്തി ഗാനം മത്സരത്തിൻ്റെ ആദ്യം തുടങ്ങിയ മത്സരത്തിൽ നമുക്ക് അവസ്ഥ അന്ന് റേമി ആദ്യം ഒരു വിരുത്തം പാടിയില്ലേ, ഭാരത് അത് ആ വിരുത്തം അന്ന് ആ വിരുത്തം പാടില്ല അല്ലേ, എല്ലാവരും വളരെ ശ്രദ്ധിച്ചപ്പെട്ട സാധനം. അത് എനിക്കൊന്ന് റേമി LKG ലെവലിൽ പഠിക്കുമ്പോൾ CVML ഒരു പ്രോഗ്രാം നടക്കുക. ഒരു ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വയലും വായിക്കുന്നൊരു അപ്പൻചേട്ടനുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ CVML പ്രോഗ്രാം കഴിഞ്ഞ് നടന്നു പോയപ്പോൾ ഒരു കുട്ടി പാടുന്നുണ്ട്, ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുട്ടി പാടുക കണ്ണാന്തുമ്പി അല്ലേ. അപ്പം തിരക്കേണ്ട കയറത്തില്ല. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പം ഒരു കൊച്ചുകുട്ടി നന്നായിട്ട് പാടുന്നു. അപ്പോൾ ഞാനന്ന് അപ്പൻചേട്ടനോട് പറഞ്ഞു, ഈ വളരെ നന്നായിട്ട് പാടുന്നില്ല വളരെ. അപ്പോഴാണ് ഈ കുട്ടിയുടെ മുത്തശ്ശന് എൻ്റെ കൂടെ ഞാൻ വളരെയേറെ പ്രോഗ്രാമിന് പാടിയിട്ടുള്ളതാണ്, നമ്മുടെ വക്കൻചേട്ടൻ്റെ ചെറുമോളാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന്. പിന്നീട് ഇവിടെ 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് പാട്ട് പാടുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ച് പരിചയപ്പെട്ട കുറച്ച് പിള്ളേർ വന്നു. പിന്നെ ഇവിടെ മ്യൂസിക് പീരീഡ് വരുമ്പോൾ എല്ലാവരും കൂടെ പാടും. പിന്നെ ഉച്ചയ്ക്ക് അല്ലേ, ഉച്ചയ്ക്ക് പിന്നെ ചില അവധി ദിവസങ്ങളിലൊക്കെ അതൊരു യുദ്ധമാണ് മിക്കവാറും. കാരണം 5ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ മിക്കവാറും പിന്നെ KCSL എല്ലാം പ്രോഗ്രാമിന് പഠിപ്പിച്ചിരുന്നു. പിന്നെ ഒരു മത്സരത്തിന് പാടാനുണ്ടല്ലോ സാറേ, ഒരു പാട്ട് പഠിക്കണമെന്നും പറഞ്ഞ് വരുന്നവർ ഓർക്കുന്നുണ്ടോ? ഏത് മത്സരത്തിന് പോയാലും ആ പാട്ട് പാടുന്നതിന് മുമ്പ് 2 സാറുമാരെയും പാടി കേൾപ്പിച്ച് പ്രാർത്ഥിക്കണം സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ അല്ലേ. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് സാറിൻ്റെ ഒരു പാട്ട് പഠിപ്പിക്കുന്നതായിട്ടൊന്ന് പാടണമെന്നൊരു ആഗ്രഹം. മൃദു മന്ദഹാസം അത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഈശ്വര പ്രാർത്ഥന എനിക്ക് ഓർമ്മ വരുന്നത്, വെള്ളി വെളിച്ചമേ കരുണാമയ ഹേ കരുണാസാഗർ ഹം ബാലക് ഹേ നാഥ് കൃപാകർ. ഇപ്പോഴും ഞാനത് ഓർക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ആ പാട്ടൊക്കെ ഡെയിലി ഇവിടെ അസംബ്ലിയിൽ നിന്ന് പാടുകയും പിന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ പാടിക്കൊണ്ടിരുന്ന പാട്ട് പന്നഗേന്ദ്ര ശയന പാടി പത്മനാഭ പദമുണർന്നു പഞ്ചലോക മണ്ഡപങ്ങൾ മന്ത്രതാര സ്വരമുതിർന്നു. ഇതായിരുന്നു സ്റ്റേറ്റിൽ. അത് സ്റ്റേറ്റിൽ മത്സരത്തിന് പോകുമ്പോൾ ഈ ശ്രുതിക്ക് പോയി എല്ലാം കറക്റ്റ് പഠിച്ചാലും അവിടെ ചെല്ലുമ്പോൾ ജില്ലയിൽ 3 കൊല്ലം ഈ മിഥുന സല്ലാപത്തിനായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ഒരു വർഷം മിഥുന സല്ലാപം, പിന്നെ പന്നകേന്ദ്രയ്ക്ക്, പിന്നെ മറ്റേ പാട്ടേതായിരുന്നു അതായിരുന്നു ലാസ്റ്റ് 10ാം ക്ലാസ്സിൽ പോയപ്പോൾ അതിന് A ഗ്രേഡ് ആ പാട്ട് കിട്ടിയത്. മാറിൽ ചാർത്തി ദേവാ ഗോപകുമാര വാടാവനം. അങ്ങനെ ഒരു നല്ലൊരു സാറ്. സ്റ്റേറ്റിലെ ആദ്യത്തെ ലൈറ്റ് മ്യൂസിക് മത്സരത്തിന് പോകുന്ന ഓർക്കുന്നുണ്ടോ? എറണാകുളത്ത് വെച്ച്. പിന്നെ അതൊന്നും ഭയങ്കര പേടിച്ചിരിക്കുന്നു സാറേ, പേടിയാവുന്നതാണ് അല്ലേ? സ്റ്റേ ഭയങ്കര പേടിയൊക്കെ ആയിട്ട്. കാരണം പെമ്പിടർ തന്നെയാണ് ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കലും ട്യൂൺ ചെയ്തതൊക്കെ വലിയ പാടാ. ഒരു വിധത്തിലൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് ഇവിടെയൊക്കെ വെച്ച് പാടി പ്രാക്ടീസ് ചെയ്യും. കാരണം പ്രാക്ടീസ് ചെയ്യും ഞങ്ങളുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുന്ന സമയത്ത് പോയിച്ച് ആ ഡാൻസ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരാൾ ഇവിടെ ജനലെ നോക്കാൻ കാണാം, ഞാൻ വരുന്നുണ്ടോ നോക്കാം. എൻ്റെ മെയിൻ കക്ഷി ഇതാ, ഞാൻ അടുത്ത് വരുമ്പോഴത്തേനും എല്ലാം പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വെക്കും, കുഴപ്പമില്ല. ഇവിടെ വരുമ്പോഴത്തേനും എല്ലാം സ്റ്റഡിയാണ്, ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. നോക്കും ഗിറ്റാർ ഔട്ടാ, എന്നാൽ കീബോർഡിൻ്റെ അടുത്ത് വേറെ ആളായിരിക്കും. വരുമ്പോൾ ഇവരെല്ലാം മാന്യമായിട്ടിരിക്കുക, അതിൻ്റെ പ്രധാന കക്ഷി ഇതാ. പിന്നെ ഒരു കാര്യമാണ്, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സൂക്ഷിച്ചൊരു മുഖത്ത് നോക്കിയാൽ ഒറ്റ കരച്ചിലാണ്. ഈയിടെ ഒരു ദിവസം തന്നെ വന്ന് പറഞ്ഞു, സാർ എന്നെ ഈ മുറി വെച്ച് എത്ര കരയിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അല്ല
ഒന്നും സാറ് പറയായിരുന്നു ശ്രദ്ധിച്ച് പഠിച്ച അല്ലേ സാധാരണ അതിപ്പോൾ ഞാൻ പഠിക്കണില്ല എന്നുള്ളൊരു വലിയൊരു സങ്കടം എൻ്റെ മനസ്സിൽ കിടക്കുന്നു. പഠിക്കുന്ന കാലത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലല്ലോ. എത്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ വേറെ മനസ്സ് പലതായിരിക്കും. പഠിക്കും അതുപോലെ ഞാൻ സംഘാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഞാനിവിടെ വന്ന വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സംഘാരം പഠിപ്പിക്കുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പാട്ട് തീരാറാകുന്ന അവസരത്തിൽ ഒരു സിന്ദൂര കുരുന്നു എന്നൊരു ഭാഗമുണ്ട്. ഞാൻ വേഴ്സ് മറന്നു. ഞാനത് പഠിപ്പിച്ചുകൊണ്ട് ഗൗരവമായിട്ടിരിക്കുക. സാറിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഗൗരവമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിരുന്നു പിന്നെയും പാടാൻ പിന്നെയും ചിരിക്കുക. ഇതെന്നാ കാര്യമെന്ന് എനിക്ക് ഒരു ഉത്തരം പിടികിട്ടുന്നില്ല. അവസാനം മനസ്സ് അന്ന് നന്നായിട്ട് പാടുന്ന കുറച്ച് പിള്ളേരുണ്ട്. ഒന്ന് രശ്മിയും നായർ ഒക്കെ അല്ലേ, ജിനി മിനി ഇവരൊക്കെ. അവസാനം ഒരാൾ പറഞ്ഞു, സാറേ അത് അവള് പറയാ സിന്ദൂര കൊരങ്ങോന്നാണോ സംഭവം. പക്ഷെ ഒരു കാര്യമാണ്, സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അന്ന് ലൈറ്റ് മ്യൂസിക് പാടാനോ ഒരു ഭക്തിഗാനം പാടാനോ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മൈക്കിൻ്റെ മുന്നിൽ ഇയാൾ വളരെ പെർഫെക്റ്റാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്ത ആ സംഗതി ആയിരിക്കില്ല പാടുന്നത്, അതിനേക്കാട്ടിലും പെർഫെക്റ്റായിട്ട് വളരെ ശുദ്ധമായിട്ട് അതിഭാവത്തോടെ വളരെ നല്ല അല്ലേ, ശരിയല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അനുഭവമാണ്. പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി പഠിക്കണം, ചിലപ്പോൾ മടുത്തെണീറ്റ് പോയിട്ടുണ്ട്, പലപ്പോഴും വഴക്കും യുദ്ധമൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകാറുണ്ട്. പക്ഷേ വളരെ നല്ല രീതിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, എൻ്റെ ശ്രദ്ധ റീമി ഭക്തിഗാനം പാടുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഉൾക്കൊണ്ട് പാടാനുള്ള ഒരു കഴിവുണ്ട്. ഇനിയൊരു ശ്വാസമുണ്ടോ എനിക്ക് യേശുവിൻ അനുമതി കൂടാതെ, ഈ ജന്മവും പ്രപഞ്ചവും എനിക്കായി നൽകിയ സ്നേഹനാഥ. ഈ പാട്ടിനായിരുന്നു സ്റ്റേറ്റിലെ സൺഡേ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയത്. 3 വർഷം ഫസ്റ്റ് കിട്ടിയായിരുന്നു. ഞങ്ങൾ സ്റ്റേറ്റിലെ ഗാനമേളയ്ക്ക് ഇവിടെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് 100 റിഹേഴ്സലും കഴിഞ്ഞ് സ്റ്റേറ്റിൽ ചെല്ലും. അങ്ങനെ ഇരിക്കുമ്പം ശരി ഓക്കെ എന്ന് പറയുമ്പോഴത്തേനും സാറേ ഒരു സംശയം ഉണ്ടെന്നിരിക്കും, ആ വിരുത്തം ഇങ്ങനെയാണോ അതിൻ്റെ വാക്കെന്നൊരു ചോദ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ അടി വെച്ചത് ശരിയല്ലേ, ഞാൻ പറയും ഒറ്റ ഒരെണ്ണം വെച്ച് തരുമെന്ന് ഞാൻ പറയും. അവസാനം അല്ലേ, ശരിയല്ലേ? കരുണാമയി ഹേ കരുണാസാഗർ हम बालक है नाथ कृपा कर, करुणामय है करुणासागर हम बालक है नाथ कृपा कर, सत्य वचन ही सबसे सब दिन कहने का मन बल दे स्वामिन, सत्य वचन ही सबसे सब दिन कहने का मन बल दे स्वामिन, करुणामय है करुणासागर. മിഥുന സല്ലാപത്തിൻ മാറ്റൊലിച്ച്